വിമാനയാത്രയെന്ന സ്വപ്നം അയൽക്കൂട്ടത്തിലൂടെ സഫലമാക്കിയിരിക്കുകയാണ് വണ്ടമേട് ഗ്രാമപഞ്ചായത്തിലെ 15-അംഗ കൂട്ടായ്മ. കൈരളി കുടുംബശ്രീയുടെ 25-ാം വാർഷികമാണ് വിമാനയാത്രയിൽ ബാംഗ്ലൂരിലെത്തി ആഘോഷിച്ചത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുമാണ് ഈ 15-അംഗ സംഘം ബാംഗ്ലൂരിലേക്ക് വിമാനം കയറിയത്. ഇതിൽ പലരും ആദ്യമായാണ് എയർപോർട്ട് കാണുന്നത് തന്നെ. ഫ്ലൈറ്റിന് ബാംഗ്ലൂരെത്തി. അവിടുന്ന് വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ 15 അംഗങ്ങളും ഒത്തൊരുമയോടുകൂടി ഞങ്ങൾ എല്ലാവരും പോയി. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം മൈസൂറിൽ പോയി. 35-നും 70-നും മധ്യേ പ്രായമുള്ള അയൽക്കൂട്ടത്തിലെ അംഗങ്ങളായ വനിതകളാണ് വിമാനയാത്ര പൂർത്തിയാക്കിയത്. രാവിലെ 1:45-ന് എയർ ഇന്ത്യ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും ബാംഗ്ലൂർ വരെയുള്ള യാത്ര ഇവർക്ക് പ്രത്യേക അനുഭവമാണ് നൽകിയത്. 25-ാം വാർഷികം ആഘോഷിക്കുന്നതിന് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഫ്ലൈറ്റ് യാത്ര. ഇവിടെ നിന്ന് ബാംഗ്ലൂരിന് പോയി. ബാംഗ്ലൂരിൽ ഞങ്ങൾ അയൽക്കൂട്ടത്തിൻ്റെ 25-ാം വാർഷികം ഞങ്ങൾ ആഘോഷിച്ചു. 15 അംഗങ്ങളുണ്ട്. 15 അംഗങ്ങളുടെ ഒത്തൊരുമയാണ് ഈ വാർഷികം ഇതുപോലെ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് ഇടയായത്. തുടർന്ന് മൈസൂരിലെത്തി പാലസും ദേവാലയങ്ങളും ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരകങ്ങളും സന്ദർശിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ലിജിമോൾ ഷിബുവാണ് സംഘത്തിന് നേതൃത്വം നൽകിയത്. 15 അംഗങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ 25-ാം വാർഷികം ഞങ്ങൾക്ക് ബാംഗ്ലൂർ വെച്ച് ആഘോഷിക്കുന്നതിന് ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തി 15 അംഗങ്ങൾ ഒത്തൊരുമിച്ച് ബാംഗ്ലൂർ വെച്ച് ഞങ്ങളുടെ വാർഷികം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ പല അയൽക്കൂട്ടത്തിലെ അംഗങ്ങൾ പോകാൻ സാഹചര്യമുള്ള അംഗങ്ങളുണ്ടാകാം, ഇല്ലാത്ത അംഗങ്ങളുണ്ടാകാം. നമ്മൾ അയൽക്കൂട്ടം എന്നത് ഒരു നിക്ഷേപം പിരിച്ച് ലോൺ അടയ്ക്കുന്ന ഒരു മാർഗം മാത്രമാകാതെ അയൽക്കൂട്ട അംഗങ്ങളുടെ വിനോദത്തിനുള്ള അവസരം കൂടി കണ്ടെത്തുന്നതിന് ഓരോ അയൽക്കൂട്ടത്തിനും അയൽക്കൂട്ട ഭാരവാഹികളും ശ്രദ്ധിക്കണം. എല്ലാവരും തന്നെ ആദ്യമായാണ് വിമാനത്തിൽ കയറുന്നതും. നല്ലൊരു യാത്രയായിരുന്നു. ഈ 15 പേരും നല്ല സന്തോഷത്തോടെ പോയൊരു യാത്രയായിരുന്നു. പിന്നെ ഇതിനെല്ലാം ഏറ്റവും നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ചെയർപേഴ്സണോടാണ്. വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ ചെയർപേഴ്സണായ ലിജിമോൾ ഷിബുവാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത്. വിമാനം ഉയരത്തിലെത്തിയപ്പോൾ ചെറിയ തോതിൽ പേടി തോന്നിയവരും സൈഡ് സീറ്റ് കിട്ടാത്തതിൽ സങ്കടപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾക്ക് അവിടെ സഹായിക്കാൻ ഞങ്ങളുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് കാണിക്കാനും എടുക്കാനും വ്യക്തി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ മൈസൂർക്ക് പോയത്. അവിടെ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ അതിലേക്ക് പല കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു. ആദ്യം ഞങ്ങൾ പോയത് മൈസൂർ പാലസിലാണ്. അവിടെ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അതൊക്കെ പോയി കാണുന്നത്. വരും വർഷങ്ങളിലും വിമാനയാത്ര ചെയ്യണമെന്നാണ് ഈ കൂട്ടായ്മയുടെ ആഗ്രഹം. അയൽക്കൂട്ടം എന്നാൽ നിക്ഷേപത്തിനും ലോണിനുമുള്ള മാർഗം മാത്രമാകാതെ വിനോദത്തിനുള്ള അവസരവും കൂടി കണ്ടെത്തണമെന്നാണ് ഈ കൂട്ടായ്മ കാണിച്ചു തരുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.